പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ആദരണീയായ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ MP ഉപ്പുതോട്ടിൽ എത്തിച്ചേരുകയാണ്. ഉപ്പുതോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന് 23 ലക്ഷം രൂപ അനുവദിച്ച് സ്കൂളിന് സ്വന്തമായി ഒരു ബസ് വാങ്ങുന്നതിന് നമ്മെ സഹായിച്ച രാജ്യസഭാംഗം മഹിളാ സാഗസ് യാത്രയിലൂടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് ജെബി മേത്തർ അവറുകൾ ഇടുക്കിയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി, ഇവിടുത്തെ കുട്ടികളുടെ യാത്രാ ക്ലേശങ്ങൾ മനസ്സിലാക്കി, ഇന്നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് MLA റെക്കമെൻഡേഷനോട് കൂടി, ഡീൻ കുര്യാക്കോസ് MP റെക്കമെൻഡേഷനോട് കൂടി ഉപ്പുതോട് ഹൈസ്കൂളിന് ഒരു സുന്ദരമായ മനോഹരമായ വാഹനം ഇതാ നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ യാത്രാക്ലേശത്താൽ വലഞ്ഞപ്പോൾ ഒരു ബസ് വാങ്ങുന്നതിന് ഉപ്പുതോട്ടിലെ സുമനസ്സുകളായ നല്ലവരായ ആൾക്കാരുടെ സംഭാവനയോടുകൂടി ആദ്യം ഒരു ബസ് വാങ്ങിയെങ്കിലും അപര്യാപ്തമായ യാത്രാ പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മുഴുവൻ സ്കൂളിലേക്ക് കടന്നു വരാൻ വാഹന സൗകര്യമില്ലാതെ വലഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇവിടുത്തെ മരിയാപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജോബിയുടെ നേതൃത്വത്തിൽ മെമ്മോറാണ്ടം മഹിളാ സാഗസ് യാത്രയിൽ വെച്ച് കൊടുത്ത സംഭവം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഡബിൾ കട്ടിങ്ങിൽ വെച്ച് പരസ്യമായി ഞങ്ങളുടെ ഉപ്പുതോട് സ്കൂളിന് ഒരു ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് പ്രസംഗിക്കുകയും ഉപ്പുതോട്ടിൽ നിന്ന് പോയ നേതാക്കന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിന്റെ വികസനം സ്വപ്നം കണ്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ PT തോമസ് ഉപ്പുതോടിന്റെ നാമം ഇന്ത്യയിലെങ്ങും ലോകത്തെങ്ങും എത്തിച്ചേരുവാൻ തക്കവിധം പ്രശസ്തനായ പ്രഗത്ഭനായിരുന്ന പ്രിയപ്പെട്ട PT തോമസിന്റെ സഹധർമ്മിണി ഉമാ തോമസ് MLA നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു ബസ് വേണമെന്ന് ശക്തമായി MP അടുത്ത ആവശ്യപ്പെട്ടതിന് പ്രകാരം പ്രിയപ്പെട്ടവരെ, ജെബി മേത്തർ MP തന്റെ വികസന ഫണ്ടിൽ നിന്നും 23 ലക്ഷം രൂപ അനുവദിച്ചു. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഒരു MP-ക്ക്, രാജ്യസഭാംഗമായ ഒരു MP-ക്ക് ഇടുക്കിയിൽ ഒരു ബസ് വാങ്ങിച്ചു തരാൻ സാധിക്കുക? നമുക്കറിയാം, രാജ്യസഭാംഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫണ്ട് ചെലവഴിക്കുന്നതിന് അധികാരമുള്ള, അവകാശമുള്ള MP-യാണ്. നമ്മുടെ ഡീൻ കുര്യാക്കോസ് ലോകസഭാംഗമാണെന്ന് നമുക്കറിയാം. ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ട് ചെലവഴിക്കാൻ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ രാജ്യസഭാ അംഗങ്ങൾക്ക്, അത് ഏത് രാജ്യസഭാംഗമാണെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും തന്റെ ഫണ്ട് ചെലവഴിക്കുന്നതിനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലൂടെ, ഇടുക്കിയിലൂടെ കടന്നു വന്ന അഡ്വക്കേറ്റ് ജെബി മേത്തർ, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ, മഹിളാ സാഗസ് യാത്രയുമായി ഇടുക്കിയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ കുട്ടികളുടെ യാത്രാ ക്ലേശങ്ങളുമെല്ലാം മനസ്സിലാക്കി നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് 23 ലക്ഷം രൂപ സ്വന്തമായി നമ്മുടെ സ്കൂളിന്, ഇതാ ഇവിടെ നമ്മുടെ ഈ സിറ്റിയിൽ എത്തിയിട്ടുള്ള മനോഹരമായ KL 6L 6848 രജിസ്ട്രേഷനുള്ള ഏതാണ്ട് 30-ൽ പരം കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള മനോഹരമായ ഒരു ബസ് നമുക്ക് സ്വന്തമാക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാംഗം
മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന വനിതാ നേതാവ് ശ്രീമാൻ AK ആന്റണിക്ക് ശേഷം ആ തസ്തികയിലേക്ക് കടന്നു വന്ന രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജബി മേത്തർ നമ്മളെ അകമൊഴിഞ്ഞ് സഹായിച്ചിരിക്കുകയാണ്. തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23 ലക്ഷം രൂപ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, എറണാകുളത്ത് ജനിച്ചു വളർന്ന MP ആണ് ജബി മേത്തർ. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെല്ലാം ജബി മേത്തർ MPയെ സംബന്ധിച്ച് തന്റെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുമ്പോൾ ഇടുക്കിയിലെ ജനത്തോട്, ഉപ്പുതോട്ടിലെ ജനങ്ങളോട്, ഉപ്പുതോട്ടിലെ കുട്ടികളോട്, ഈ ഗ്രാമത്തെ കുട്ടികളോടുള്ള സ്നേഹം അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബഹുമാന്യയായ MP ജബി മേത്തർ നമുക്ക് ഈ വാഹനം അനുവദിച്ചു തന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് MLA എന്നും ഉപ്പുതോടിന് വേണ്ടി, ഇടുക്കിക്ക് വേണ്ടി PT-യോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, ഇപ്പോൾ PT-യുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് PT-യുടെ അതേ രീതിയിൽ തന്നെ ഉപ്പുതോടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഉപ്പുതോടിനെ സ്നേഹിച്ചുകൊണ്ട്, ഉപ്പുതോടിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നമ്മൾ ഉണർത്തിക്കുമ്പോൾ അത് പരിഹരിക്കുവാൻ തനിക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മനസ്സായി ഉമാ തോമസ് MLA നമ്മുടെ ഉപ്പുതോടുകാരോട്, നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനിയായ ഉമാ തോമസ് MLAയും അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ MP ഡീൻ കുര്യാക്കോസ്, ചിലരൊക്കെ ചോദിച്ചു, ഡീൻ കുര്യാക്കോസ് MP അല്ലേ നമുക്ക് വാഹനം തരേണ്ടത്, എന്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് തരാത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഡീൻ കുര്യാക്കോസ് MPയുടെ ഫണ്ടിൽ നിന്നും, തനത് വികസന ഫണ്ടിൽ നിന്നും, പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2025-26 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് നൽകുന്നതിന് കഴിയാത്ത വിധം അത്രയധികം തുക ചെലവഴിച്ചു പോയതിനാൽ, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലേക്ക് സ്കൂളുകൾക്ക് ഫണ്ട് നൽകുന്നതിന്, വാഹനത്തിന് ഫണ്ട് നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ, അതിനുള്ളിലുള്ള തുക ചെലവഴിച്ച് തീർന്നതിനാൽ ഈ വർഷം ഡീൻ കുര്യാക്കോസ് MPക്ക് ഫണ്ട് നൽകാൻ കഴിയാത്തതിനാലാണ് MP കൂടി ഇടപെട്ട് ഡീൻ കുര്യാക്കോസ് MPയും അതുപോലെ തന്നെ ഉമാ തോമസ് MLAയും ഇടപെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജബി മേത്തർ MPയെ കൊണ്ട് 23 ലക്ഷം രൂപ അനുവദിപ്പിച്ചത്. നമ്മുടെ പ്രിയങ്കരയായ MP, ഉപ്പുതോടിനോട് ഏറ്റവും സ്നേഹവും കരുതലുമുള്ള പ്രിയപ്പെട്ട MP ഇതാ അഡ്വക്കേറ്റ് ജബി മേത്തർ MP എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഉപ്പുതോട് ഗ്രാമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ പ്രിയപ്പെട്ട MP ജബി മേത്തർ അവരുടെ സ്നേഹപൂർവ്വം, സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഉപ്പുതോടിലെ കുട്ടികൾക്ക് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഉപ്പുതോട് എന്ന പേര് പോലും ഇതിനു മുൻപ് കേട്ടിട്ടില്ലാതിരുന്ന MP ജബി മേത്തർ ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക്, യാത്രാക്ലേശം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അതിനൊരു പരിഹാരമായി ഒരു വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മച്ചേച്ചിയുടെയും ഡീൻ കുര്യാക്കോസിന്റെയും റെക്കമെൻഡേഷനോട് കൂടി ഉപ്പുതോടിന് ഒരു വാഹനം അനുവദിക്കുന്നതിന് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട ജബി മേത്തർ MPയെ ഉപ്പുതോട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റവും സ്നേഹത്തോടെ വരവേൽക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരയായ ജബി മേത്തർ MP, ഇന്ത്യയുടെ രാജ്യസഭാംഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട് ഗ്രാമം, ഇവിടെ കുട്ടികൾക്ക് യാത്രാ സൗകര്യങ്ങളില്ല എന്നുള്ള തിരിച്ചറിവിൽ നമുക്കൊരു വാഹനം വാങ്ങുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കാൻ ബഹുമാന്യയായ MP തയ്യാറായതിന്, പ്രിയപ്പെട്ടവരെ, ഈ സുന്ദര ദിനം ഉപ്പുതോടിനെ സംബന്ധിച്ച് ഉപ്പുതോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ അനുവദിച്ച ഗവൺമെന്റ് നടപടിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സർക്കാർ ഇടപെടലായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് നമുക്ക് ഇവിടെ ലഭിക്കാൻ കാരണമായ ജബി മേത്തർ MP ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. ബഹുമാന്യയായ MLA ഉമാ തോമസ് അവകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടും. ഉപ്പുതോട് നിവാസികളുടെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും PTA-യുടെയും എല്ലാം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന, സ്വന്തമായി
ലോണില്ലാത്ത, കുടിശ്ശികയില്ലാത്ത സ്വന്തമായ ഒരു വാഹനം. ആ സ്വപ്നമിതാ ഇവിടെ ഇന്ന് പൂവണിയുകയാണ്. താക്കോൽദാനം പ്രിയപ്പെട്ട ഉമാ തോമസ് തൃക്കാക്കരയുടെ പ്രിയപ്പെട്ട MLA ഉമാ തോമസ് അവர்கள் നിർവഹിക്കുകയാണ്. മുഖ്യപ്രഭാഷണം ഇടുക്കിയുടെ ആദരണീയനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവர்கள் നിർവഹിക്കുകയാണ്. സന്നിഹിതരാകുവാൻ, സാന്നിധ്യമരുളുവാൻ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ വളരെ വിനയപുരസ്സരം ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതാ ഇതുവഴി പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച് സ്കൂളത്തിൽ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. പുണ്യഭൂമി സ്നേഹം ദിവ്യമാണെന്നും പവിത്രമാണെന്നും അതിന് ജാതിയും മതവുമില്ലെന്നും ഉദ്ഘോഷിച്ച പുണ്യഭൂമി. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യഭൂമിയിൽ ജബി മേത്തർ, രാജ്യസഭാ അംഗമായ അഡ്വക്കേറ്റ് ജബി മേത്തർ അവർ 23 ലക്ഷം രൂപ നൽകിക്കൊണ്ട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഈ നാടിന്റെ താജ്മഹലായി നിലകൊള്ളുന്ന, എല്ലോറയും തക്ഷശിലയും അജന്തയുമായി നിലകൊള്ളുന്ന, തിടമ്പെത്തി നിൽക്കുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരേവരും ഈ മഹത് സമ്മേളനത്തിൽ പങ്കാളികളാകുവാനും പ്രിയപ്പെട്ട നേതാക്കളെ സ്വീകരിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ സ്വീകരിച്ചുകൊണ്ട് സ്കൂളങ്കണത്തിലേക്ക് ഈ രാജവീതികളിലൂടെ ഇതുവഴി ഈ രാജവീതികളിലൂടെ താളമേളങ്ങളുടെയും വാദ്യക്കൊഴുപ്പുകളുടെയും മകമ്പടിയോടുകൂടി സ്വീകരിച്ച് സ്കൂളങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളെയും ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുണ്യഭൂമിയുടെ ചരിതം വലിയ ചരിതമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, അല്പനിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. തട്ടമിട്ടവരും പൊട്ടുതൊട്ടവരും തരിവളയിട്ടവരും കരിവളയിട്ടവരും തൊണ്ടുനെല്ലുന്നവരും നൂൽ നൂൽക്കുന്നവരും സെറ്റെടുക്കുന്നവരും ധാവണി അണിയുന്നവരും സിന്ദൂരം തൊടുന്നവരും ചന്ദനം തൊടുന്നവരും പൂടൂലടിയുന്നവരും രുദ്രാക്ഷമണിയുന്നവരും വെള്ളിക്കമണിയുന്നവരും കൊന്നയണിയുന്നവരുമെല്ലാം ഒന്നിച്ചു വരിലെത്തിക്കുന്ന പുണ്യഭൂമിയിൽ തിടമ്പേറ്റി നിൽക്കുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന് 23 ലക്ഷം രൂപ അനുവദിച്ച പ്രിയപ്പെട്ടവൻ ജബി മേത്തർ, അഡ്വക്കേറ്റ് ജബി മേത്തർക്ക് ഞങ്ങൾ നിസ്സീമമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് സ്കൂളങ്കണത്തിലേക്ക് രാജവീതികളിലൂടെ, ഈ പുണ്യഭൂമിയിലൂടെ, ഈ രാജവീതികളിലൂടെ ഇതുവഴി ജനപ്രതിനിധികളെ സ്വീകരിക്കുമ്പോൾ പ്രഭാഷണം മാതൃകീയനായ ഡീൻ നിർവഹിക്കുകയാണ്. അകാലത്തിൽ ജഗദീശ്വരൻ ആരാമത്തിൽ നിന്ന് നടത്തിയെടുത്ത പ്രിയപ്പെട്ട PT-യുടെ ആദരണീയായ ഉമാ തോമസിന്റെയും പൊതുപ്രവർത്തകരുടെയും കൃത്യമായ ഇടപെടൽ മൂലം നമുക്ക് ലഭിച്ച 23 ലക്ഷം രൂപ നമുക്ക് നൽകിയ അഡ്വക്കേറ്റ് ജബി മേത്തർ അവർക്ക് ഞങ്ങൾ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. 1000 പക്ഷികൾ പാറിപ്പറന്നാലും ആകാശം ഒന്നു തന്നെ, തിരകൾ 1000 ഗർജിച്ചുയർന്നാലും അലകടൽ ഒന്നു തന്നെ, 1000 പുഷ്പങ്ങൾ പൂത്തുനിന്നാലും ആരാമം ഒന്നു തന്നെ. ഈ പുണ്യഭൂമിയുടെ ചരിതം നാം ഒന്നാണെന്ന ചരിതമാണ്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും യാതനകളുടെയും കടലുവഴികളിലൂടെ ഞങ്ങളെ കൈപിടിച്ചു നടത്തി മൺമറഞ്ഞുപോയ ഞങ്ങളുടെ പുണ്യപിതാമഹന്മാരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അഹല്യയുടെ കഥ ഒരു ശാപമോക്ഷത്തിന്റെ കഥയാണ്. ഉടാത്ത തരിശുഭൂമിയുടെ കഥ. ഭർത്തൃശാപത്തായി തീർന്ന അഹല്യ ശാപമോക്ഷത്തിനായി ത്രേതായുഗത്തിൽ ശ്രീരാമപാതാര ബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഇവിടെ പ്രണവമന്ത്രങ്ങളുടെ സംഗീത ലഹരി നുകരുന്ന പുണ്യഭൂമിയിൽ പ്രിയപ്പെട്ട ജബി മേത്തർ, പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ്, ആദരണീയായ ഉമാ തോമസ് തുടങ്ങിയ ജനപ്രതിനിധികളെ സ്വീകരിച്ചുകൊണ്ട് സ്കൂളങ്കണത്തിലേക്ക് രാജവീതികളിലൂടെ ഇതുവഴി താളമേളങ്ങളുടെയും താളമേള വാദ്യക്കൊഴുപ്പുകളുടെയും അകമ്പടിയോടുകൂടി കടന്നു വരും. പടിഞ്ഞാറെ ചക്രവാള സീമയിൽ അസ്തമയ സൂര്യൻ മുത്തമിട്ടു നിൽക്കുമ്പോൾ പ്രകൃതി ബിംബിക്കുകയാണ്. ഒളികമ്പിളി വലയങ്ങൾ തോരണം ചാർത്തി നിൽക്കുകയാണ്.
ചരിത്രമുറങ്ങുന്നതാണ് ഈ പുണ്യഭൂമി. വാത്തിയും തോപ്രാനും വെള്ളയാനും കൊലുമ്പനും കാടുകുലുക്കി നടന്ന പുണ്യഭൂമി, മലദൈവങ്ങളെ മാടി വിളിച്ച പുണ്യഭൂമി, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ചു വാടുന്ന പുണ്യഭൂമി, ശിവശങ്കര സർവശരണ്യ വിഭു ഭവ സങ്കടനാശന ഭാഗിശിവ കവി സന്തതി സന്തതവും തൊഴുവൻ ഭവ നാടകമാട് വരുന്നവരുടെ ഒരു നിന്നുമുടമ്പൊടുമുക്കുളിയർ തിരളുന്നു ഇതൊക്കെ അനർത്ഥകരം കരളിന്ന് കളഞ്ഞു കരിങ്കടലിൽ പുരളാതെ എരിഞ്ഞു പിടിപ്പതു നീ പിടികെട്ടുപുരണ്ടു മറിഞ്ഞുകിട കുടിയിൽ കുടി കൊണ്ടു ഗുണങ്ങളൊരു വളമുണ്ടു കറുത്ത തുലീകരണം വളമുണ്ടു കളഞ്ഞ കൃപാതിരി. എന്തിനേറെ ശിവന്റെ കണ്ടനാളത്തിലെ കറുപ്പിനദികളിൽ നിന്നും കടലിന്റെ കറുപ്പിനദികളുണ്ടെന്നും മാനവ ജനതയോട് തോന്നിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം മാറോടടുക്കി പിടിച്ചതാണ് ഈ പുണ്യഭൂമി. വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ മദർ തെരേസയുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞതാണ് പുണ്യഭൂമി. ത്യാഗഭൂമിയിൽ പാപികളുടെ പാപം പൊക്കുവാൻ ജീവാർപ്പണം ചെയ്ത ക്രിസ്തുദേവന്റെ സന്ദേശം മാറോടടുക്കി പിടിച്ചതാണ് എന്റെ പുണ്യഭൂമി. ജനിച്ച നാടിനോട് നീതി പുലർത്താത്തവൻ ഇസ്ലാമല്ലെന്നോതിയ നവതിരുമേനിയുടെ സന്ദേശം ശിരസേറ്റിയതാണ് എന്റെ പുണ്യഭൂമി. അകൽ ചാമിമാരെയും മുകൾ ചാമിമാരും പുകഴ് പെറ്റതാണ് പുണ്യഭൂമി. ചന്ദനം മണക്കുന്നതാണ് എന്റെ പുണ്യഭൂമി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ പുണ്യഭൂമി. മന്ദാലൻ ഒന്ന് തഴുകുമ്പോൾ ഇളകിയാടി നൃത്തം വെക്കുന്ന തേയിലക്കുളന്തുകളാൽ പച്ചപ്പുതപ്പണിഞ്ഞ മലനിരകളുടെ നാടാണ് ഇടുക്കി. ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹം അത് ദിവ്യമാണ്, സ്നേഹം അത് പവിത്രമാണ്. അതിന് ജാതിയും മതവുമില്ല, വർണ്ണവും വർഗവുമില്ല, കുബേരനും കുചേലനുമില്ല എന്ന താത്വിക ചിന്ത വെച്ച് പുലർത്തുന്ന ഈ ഉപ്പുതോടിന്റെ ചരിതം ഇവിടെ എഴുതുകയാണ് ജബി മേത്തർ. അഡ്വക്കേറ്റ് ജബി മേത്തർ, രാജ്യസഭ അംഗമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവൾ ജബി മേത്തർ നമുക്ക് നൽകിയ 23 ലക്ഷം രൂപ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരുടെ ഇടപെടലും ഞങ്ങളുടെ എല്ലാം സ്വയം MLA എന്ന് ഞങ്ങൾ നെഞ്ചകത്ത് ചേർത്ത് വെച്ച് പറയുന്ന ഉമാ തോമസ് തൃക്കാക്കരയുടെ പ്രിയപ്പെട്ടവരുടെ ഇടപെടൽ മൂലവും ഞങ്ങൾക്ക് ലഭിച്ച ഈ ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ജബി മേത്തർക്ക് ഞങ്ങൾ നിസ്സീമമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടി ചലസമിരുന്നു ഉള്ളനൊരാൾ യാത്രക്കാരൻ, കൂർത്തമുഖം ദീക്ഷക്കാരൻ, കറുത്ത മണ്ണിൽ കരുത്തുകാട്ടി വിത്തെറിഞ്ഞു വിളവ് കൊയ്തു. എന്നാൽ ഈ പുണ്യഭൂമിയുടെ കളപ്പാട്ടുകൾ സംഗീതമായി പരിരസിച്ചു. ഈ പുണ്യഭൂമിയുടെ ചരിത്രമെഴുതുവാൻ ഇതാ ഈ രാജവീതികളിലൂടെ ഇതുവഴി പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ വരും ഈ പുണ്യഭൂമിയുടെ ചരിതമെഴുതുവാൻ ഓരം ചേരണം മെയ്യൊരുമ്പണം കൈകോർക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയപുരസ്സരം ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ്. ഈ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജബി മേത്തർ MP അവരുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരിയായ തൃക്കാക്കരയുടെ MLA, ഞങ്ങളുടെയൊക്കെ ആവേശവും ഒരു അഭിമാനവുമായ ശ്രീമതി ഉമാ തോമസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സെന്റ് ജോസഫ് സ്കൂളിൻ്റെ മാനേജർ ഫാദർ തോമസ്, ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ശ്രീ ജോയ്ച്ചൻ, പ്രിയപ്പെട്ട ഉസ്മാൻ ക ഉൾപ്പെടെ ഉള്ള ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട ഈ ഉപ്പുതോട് പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. പല MP ഫണ്ടുകളൊക്കെ ഇതേപോലെ ഫ്ലാഗ് ഓഫും ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പ്രിയങ്കരനായ PT ചേട്ടൻ എന്നാണ് ഞാനൊക്കെ വിളിച്ചിരുന്നത്. PT ചേട്ടൻ്റെ ജന്മനാട്ടിൽ അവിടുത്തെ സ്കൂളിൽ ഒരു ബസ് എന്ന് ഉമ്മച്ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം PT തോമസ് എന്ന നിങ്ങളുടെ മുൻ MP, ഞങ്ങളുടെയൊക്കെ നേതാവ്, എന്നും
ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്, ജനമനസ്സുകളിലാണ് ജീവിക്കുന്നത്. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, ജനഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു പ്രിയങ്കരനായ PT. ആ PT-യുടെ സ്വന്തം ജന്മനാട്ടിൽ ഇങ്ങനെ ഒരു സ്കൂൾ ബസ്സിന് അവസരമൊരുക്കിയതിന് പ്രിയങ്കരിയായ ഉമ്മച്ചേച്ചിയോട്, ഇതിനൊരു കാരണക്കാരിയാകാൻ മാറിയതിൽ എനിക്കുള്ള സന്തോഷവും പ്രിയപ്പെട്ട സ്കൂൾ അധികൃതരോട്, ഇതുകൊണ്ട് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് നല്ലൊരു സ്കൂളിലേക്ക് വരുവാനും പോകുവാനുള്ള സൗകര്യം ഇതുവഴി നിങ്ങൾ എന്നും ഓർക്കേണ്ടത് പ്രിയപ്പെട്ട നിങ്ങളുടെ മുൻ MP PT-യെ ആണ്. ആ നിങ്ങളുടെ മനസ്സിലും PT ആണ് ഈ ബസ് കാണുമ്പോൾ ഓർക്കേണ്ടത്. നമ്മൾ PT-യുടെ ഒരു സ്മരണ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ബസ്സിനെ കാണുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ഇവിടെ വരാനും ഈ ഫ്ലാഗ് ഓഫിന്റെ ഒക്കെ ഭാഗമാകാനും, നമ്മുടെ പ്രിയങ്കരിയായ ഉമ്മച്ചേച്ചി ഫ്ലാഗ് ഓഫ് ചെയ്യും, ഇതിന്റെ ഒക്കെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെക്കുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ഇന്ത്യയുടെ ഏറ്റവും മതേതരത്വവും എല്ലാം കാത്തു സംരക്ഷിക്കാനുള്ള നല്ല പൗരന്മാരായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു വലിയ സന്തോഷമുള്ള നിമിഷത്തിൽ തന്നെയാണ് ജെബി പറഞ്ഞ പോലെ ഞാനും നിൽക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തോമസ്, ഉസ്മാനിക്ക അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികൾ, വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ ജെബിയോട് PT-യുടെ ജന്മസ്ഥലത്തെ ഉപ്പുതോടെന്ന് പറയുമ്പോൾ തന്നെ ജെബിക്ക് അത്രയ്ക്കധികം സന്തോഷമായിരുന്നു. ചേച്ചി മറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല, അതിൻ്റെ കൊട്ടേഷൻ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയാൽ മതി, നമുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു മടിയും കൂടാതെ ജെബി അത് ഏറ്റെടുത്തു എന്നുള്ളത് സത്യത്തിൽ PT-യുടെ ഓർമ്മകൾക്ക് മുമ്പിൽ PT-യൊക്കെ ഹൃദയത്തിലേറ്റുന്നവരുടെ വികാരം തന്നെയാണ് ഇന്നും പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഒരുപക്ഷെ PT ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരുന്നു. നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ PT-യൊക്കെ 20 കിലോമീറ്ററോളം നടന്ന് പഠിച്ച, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നുള്ള കുട്ടികൾക്ക് വലിയ സൗകര്യത്തോടു കൂടി അവരുടെ വീട്ടിൽ നിന്ന് തന്നെ സ്കൂളുകളിൽ എത്താനും അതുപോലെ തിരിച്ചു പോകാനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് മുൻപ് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്കിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരു വികസനത്തിൻ്റെ രേഖകൾ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട MP ഇവിടെ ഈ പരിപാടിക്ക് വരേണ്ടതായിരുന്നു. ഡീൻ കുര്യാക്കോസ് തീർച്ചയായിട്ടും എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാവരും അറിയാം, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിലും ഓരോരോ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇവിടെ ജെബിയെ ഒരുപാട് നേരം കാത്തു നിർത്തി എന്നുള്ളത് ക്ഷമയോടുകൂടി ഞാൻ ക്ഷമിക്കണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് 2-3 ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തിട്ട് വേണമായിരുന്നു വരാൻ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ആധാരം എഴുതുന്നവരുടെ ഒരു സമരവും ഉണ്ടായിരുന്നു. ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. അപ്പോൾ ഈ സന്ദർഭം ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മുഹൂർത്തം ധന്യമാക്കാൻ എത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
ആശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി പോയി വരാൻ ഇത് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പ്രിയപ്പെട്ട MP അഡ്വക്കേറ്റ് ജബി മേത്തറും പ്രിയങ്കരിയായ MLA ഉമാ തോമസ് അവകളും ഒരുമിച്ച് സംയുക്തമായി ഇപ്പോൾ നടത്തുകയാണ്. ബഹുമാന്യായ വികാരി ജനറൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനേജർ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനുണ്ട്, ഹെഡ് മാസ്റ്റർ ജോയിച്ചൻ സാറുണ്ട്, ഉസ്മാനിക്കയുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോബിയുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഫ്ലാഗ് ഓഫ് നടത്തുകയാണ്.
നമ്മുടെ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. കുട്ടികൾ ദയവായി മുന്നോട്ട് ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കുക. കടന്നു വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരും നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ ബഹുമാനായ മാനേജർ ബഹുമാനപ്പെട്ട തോമസ് നെച്ചിക്കാട്ടനച്ചനെയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയായ MP ജബി മേത്തർ അവരുടെയും മുഖ്യ പ്രഭാഷണം നടത്താൻ താക്കോൽദാനം നടത്തുന്നതിനായി ബഹുമാനിയായ ഉമാ തോമസ് MLAയും മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ആദരണീയായ ജോസ് കരിവലിയച്ചൻ വികാരി ജനറൽ അവരുടെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഉപ്പുതോട് സെൻറ് ജോസഫ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. നമ്മുടെ കുട്ടികളുടെ യാത്രാക്ലേശം അതിനൊരു പരിഹാരമായിക്കൊണ്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സ്കൂൾ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതിന് ശേഷം പൊതുസമ്മേളനത്തിനായി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പൊതുസമ്മേളനം ദൈവിക സാന്നിധ്യത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം, നിറവേ തെളിച്ചം, അവിരാമ മകതാരിൽ കുടികൊള്ളണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം, നിറവേ തെളിച്ചം, അവിരാമ മകതാരിൽ കുടികൊള്ളണം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൻ്റെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ജിജി അഴകത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡീൻ കുര്യാക്കോസുമായി ബന്ധപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇത്ര വലിയ ഒരു തുക അനുവദിക്കാൻ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം നമ്മുടെ ഉപ്പുതോടിൻ്റെ മരുമകൾ, നമ്മുടെ എല്ലാം ആവേശമായിരുന്ന PT-യുടെ പത്നി, പ്രിയപ്പെട്ട പത്നി, തൃക്കാക്കര MLA ഉമാ തോമസുമായി കൂടിയാലോചിക്കുകയും ഈ ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ആവശ്യവും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് അവർ നമ്മുടെ രാജ്യസഭാംഗമായ JB മേത്തറോട് നിർദ്ദേശിക്കുകയും നമ്മുടെ സ്കൂളിൽ നിന്ന് തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ 23 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തുടർന്ന് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും എസ്റ്റിമേറ്റും അതിൻ്റെ പ്രോജക്റ്റും കമ്പനിയുമായുള്ള കരാറുകളും എല്ലാം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരായ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജോബി ദയ്യനും അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്മാനിക്കായും ഒക്കെ നിരന്തരമായി ഇതിൻ്റെ ഫോളോ അപ്പ് പരിശോധിക്കുകയും എത്രയും വേഗം ഈ സ്കൂളിന് ഈ ബസ് എത്തിച്ചു നൽകുന്നതിനാവശ്യമായ പരിശ്രമത്തിൻ്റെ പിന്നണിയിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഇന്ന് ഈ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യത്തക്ക നിലയിൽ, താക്കോൽ കൈമാറ്റം നടത്തത്തക്ക നിലയിൽ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബസ്സിന് ഫണ്ട് അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ ഫ്ലക്സുകളൊക്കെ വെച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് അറിവുള്ളവരും
എന്നാൽ വ്യക്തമായ ധാരണകളില്ലാത്തവരും പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു എയ്ഡഡ് സ്കൂളിന് ഒരു രാജ്യസഭാംഗം ഇത്രയും വലിയ ഒരു തുക അനുവദിക്കുന്നത് എന്ന് ഒരുതരം പരിഹാസ രൂപേണ അവർ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു സാധാരണ കുടുംബത്തിൽ, കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ ആളുകളുമായി ഇടപഴകി നമ്മുടെ സംസ്ഥാന നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും ഉപ്പുതോടെന്ന ഗ്രാമത്തെ PT-യുടെ നാടാക്കി മാറ്റിയ ആളാണ് PT എങ്കിൽ ആ PT-യുടെ ഊർജം സിരകളിൽ വ്യാപരിക്കുന്ന ആ PT-യുടെ ശിക്ഷാഗണങ്ങളായ ജെബി മേത്തർക്കും അതുപോലെ ഡീൻ കുര്യാക്കോസിനും PT-യുടെ പ്രിയപ്പെട്ട പത്നി ഉമാ തോമസിനും അതിൻ്റെ സാങ്കേതികമായ ആവശ്യമായ നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ആ ബസ് ഈ സ്കൂളിന് യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രാപ്തിയുണ്ട് എന്നതാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. തീർച്ചയായും അത് ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഇതിന് പിന്നിൽ പണിയെടുത്ത മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും അവരോട് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. മാത്രമല്ല, ഒരു നന്ദി പറച്ചിലൂടെ ഇത് അവസാനിക്കണം, അല്ലെങ്കിൽ സാധാരണ നന്ദി പറയുന്നത് പോലെ ഇത് കഴിയണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രതീക്ഷയായിരുന്ന ഉപ്പുതോടെന്ന ഗ്രാമം, നമുക്കറിയാം ഉപ്പുതോടിൻ്റെ വികസന ചരിത്രം ആരംഭിക്കുന്നത് BT-യിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഏതാണ്ട് ഒരു 35 വർഷക്കാലം മുമ്പ് PT-യുടെ പിതാവ് മരിച്ച് ശവസംസ്കാരത്തിന് ഉപ്പുതോട് പള്ളിയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവി അന്ന് വന്നപ്പോൾ ഉപ്പുതോട് ചാലിക്കടയിൽ നിന്ന് നടന്ന് ഈ പള്ളിയിൽ എത്തേണ്ട സാഹചര്യം കണ്ട് മനം നൊന്ത അദ്ദേഹം അന്ന് ചാലിക്കട വെട്ടിക്കാമ്പറ്റൻ റോഡിന് ചാലി സിറ്റിയിൽ ശിലാസ്ഥാപനം നടത്തുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ നിന്നാണ് ഉപ്പുതോടിൻ്റെ വികസന ചരിത്രം ആരംഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ആ റോഡിൻ്റെ പദ്ധതി വിവിധ ഘട്ടങ്ങളിലായി ഉപ്പുതോട് പൂതക്കുഴിക്കട വഴി PT-യുടെ വീടിൻ്റെ സമീപത്തുകൂടി അത് പ്രകാശിലെത്തുകയും പ്രകാശിൽ നിന്ന് പല ഘട്ടങ്ങളായി അത് വെട്ടിക്കാമറ്റത്ത് പൂർത്തിയാവുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഉപ്പുതോടിൻ്റെ ചരിത്രത്തിൽ ഒരു ബസ് ആദ്യമായി ഉപ്പുതോട്ടിൽ കടന്നു വന്നത്. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിൻ്റെ തൊട്ടടിയിൽ കൂടി പള്ളി സിറ്റിയിൽ നിന്നും പ്രകാശ് വരെയുള്ള ഏറ്റവും വലിയ ഉപ്പുതോട്ടിലെ ജനവാസ മേഖലയിലൂടെ നല്ല വരയിട്ട ഒരു റോഡ് കടത്തിക്കൊണ്ടുവന്നത് PT-ആണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഒരു അഹങ്കാരം എന്നോണം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ബാങ്ക്, അതുപോലെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കടന്നു വരുവാൻ തലയുയർത്തി നിൽക്കുന്ന കരിമ്പൻ പാലത്തിന് 18 കോടി രൂപ അനുവദിച്ച് കരിമ്പൻ പാലം എന്ന ഒരു സ്വപ്ന പദ്ധതി PT-ക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ നിരവധിയായ സ്വപ്നങ്ങൾ, സ്വന്തം ഗ്രാമത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, പദ്ധതികൾ നടപ്പാക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഊർജം സിരകളിൽ വ്യാപരിക്കുന്ന അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, അദ്ദേഹം ശിക്ഷണം നൽകി വളർത്തിക്കൊണ്ടുവന്ന ഡീൻ കുര്യാക്കോസിനും ജെബി മേത്തർക്കും അദ്ദേഹത്തിൻ്റെ പത്നി ഉമാ തോമസിനും കഴിയും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പുതോടിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വം അവരേറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്താൽ ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ അവർക്ക് അവരുടെ നാളുകളിലുള്ള അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും PT-ക്ക് എങ്ങനെയാണോ ഉപ്പുതോടിലെ ജനങ്ങൾ പിന്തുണ നൽകിയത്, അതേ അർത്ഥത്തിൽ ആ പിന്തുണ തീർച്ചയായും ജെബി മേത്തർക്കും ഡീൻ കുര്യാക്കോസിനും ഉമാ തോമസിന്റെ പിന്നിലും ഞങ്ങൾ അടിയുറച്ചുണ്ടാകും എന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്, പൊതുസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചിരിക്കുന്നത്
നമ്മുടെ ഏറ്റവും ആദരണീയനായ നമ്മുടെ വികാരിയച്ഛൻ, സ്കൂളിൻ്റെ മാനേജർ ഫാദർ തോമസ് നെച്ചിക്കാട്ടച്ഛനാണ്. അദ്ദേഹം ഈ ബസിൻ്റെ താക്കോൽ കൈമാറ്റം എത്ര നാൾ കൊണ്ട് നടക്കും എന്ന് നിരന്തരം അന്വേഷിക്കുകയും PTA എക്സിക്യൂട്ടീവിൽ സജീവമായി പങ്കെടുക്കുകയും ഒരു മീറ്റിങ്ങിൽ പോലും പങ്കാളിത്തമില്ലാത്ത ഒരു രജിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ ജാഗ്രതയോടെ അന്വേഷിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ തോമസ് നെച്ചിക്കാട്ടച്ഛനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പൊതുസമ്മേളനത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, അതുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ ഏറ്റെടുക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ മുഖ്യ വികാരി ജനറൽ ഇടുക്കി രൂപത മോൺസിഞ്ഞോർ റവറൽ ഫാദർ ജോസ് കരിവേലിക്കൽ അച്ഛനാണ്. ആ അച്ഛനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ വിദ്യാഭ്യാസ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. അച്ഛൻ നമ്മുടെ സമീപവാസിയാണ്. നമ്മുടെ പൂമാങ്കണ്ടം കരിവേലിക്കൽ കുടുംബമാണ്. അച്ഛനെ ഞാൻ ഈ പൊതുസമ്മേളനത്തിൻ്റെ പേരിൽ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് അനുവദിച്ചു തന്ന ബസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച ആലപ്പുഴയിൽ നിന്നുള്ള രാജ്യസഭാംഗം, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട PTയുടെ വളരെ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ടെസി അമ്പാട്ടുകുഴിയുമായൊക്കെ വളരെ അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ JB മേത്തറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പൊതുസമ്മേളനത്തിൻ്റെ പേരിൽ വളരെ ഹാർദവമായി, ഈ നാടിന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷമാണെന്ന് തീർച്ചയായും അദ്ദേഹത്തെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉമ്മച്ചേച്ചിയാണ്. എല്ലാവരും ഉമ്മച്ചേച്ചി എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മച്ചേച്ചിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉമ്മച്ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ ബസിൻ്റെ ഒരു ശില്പി അദ്ദേഹം സിറ്റിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് PTയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ ബസ് ഈ നാടിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം സിറ്റിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. PTക്ക് എങ്ങനെയാണോ ഞങ്ങൾ PTയെ കണ്ടിരുന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അല്പം ഒരു പടി കൂടി കടന്ന് ആ സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് എന്നും ഉമ്മച്ചേച്ചിയോടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും ഞങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും അംഗീകാരത്തോടെ ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണ്. സ്കൂളിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും അന്വേഷിക്കുകയും. അടുത്തതായി ശ്രീമതി ഡെന്നി ബെന്നിയാണ്. ഈ സ്കൂളിൻ്റെ സമീപ വാർഡിലെ മെമ്പറാണ്. എല്ലാവർക്കും സുപരിചിതയാണ്. അദ്ദേഹത്തിന് വിശേഷണങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അത്രയും സുപരിചിതയായ ഡെന്നി ബെന്നിയെ ഞാൻ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മിനി ഷാജി ആണ്. വാത്തിക്കുടി വാർഡ് മെമ്പറാണ്. നമ്മുടെ സ്കൂളിൻ്റെ സമീപ വാർഡായ പഞ്ചായത്തായ വാത്തിക്കുടിയുടെ നമ്മളോട് ചേർന്ന് കിടക്കുന്ന വാർഡിൻ്റെ
മെമ്പറായ മിനി ഷാജിയെ ഞാൻ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജോയിച്ചൻ സാറാണ്. ജോയിച്ചൻ സാറിൻ്റെ വളരെ ജാഗ്രതയോടെയുള്ള അന്വേഷണവും പിന്തുണയും സഹകരണവും അന്വേഷണവും ഒക്കെയാണ് ഇന്ന് ഈ ബസിൻ്റെ താക്കോൽദാന കർമ്മത്തിലേക്ക് എത്തി നിൽക്കാൻ ഈ സന്ദർഭത്തിൽ ഇടവരുത്തിയത് എന്നെനിക്ക് തീർച്ചയായും അറിയാം. ജോയിച്ചൻ സാറ് വളരെ ശാന്തമായി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോയിച്ചൻ സാറാണ്. അദ്ദേഹത്തെ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഞാൻ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ MPTA പ്രസിഡന്റ് ജെസ്സി മുണ്ടക്കലാണ്. ജെസ്സിയെ മുഴുവൻ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും അതുപോലെ സ്കൂളിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജെസ്സിയെ ഞാൻ ഈ പൊതുസമ്മേളനത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അവരെ സ്വാഗതം ചെയ്യാതെ ഈ വേദി കടന്നു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. കാരണം ഈ ബസിൻ്റെ കൊണ്ടുവരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മീറ്റിങ്ങിലും അതിനാവശ്യമായ അന്വേഷണം നടത്തുകയും സഹകരിക്കുകയും ഈ പൊതുസമ്മേളനം ഇവിടെ ഇത്ര ഭംഗിയായി സംഘടിപ്പിക്കാനും ബസ് കൊണ്ടുവരുവാനും നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ നിരന്തരം ബന്ധപ്പെട്ട് സ്വന്തം ജോലിയും സ്വന്തം പോക്കറ്റിലെ പണവും നഷ്ടപ്പെടുത്തി ഇതൊരു ദൗത്യമായി ഏറ്റെടുത്ത് നമുക്കൊപ്പം എനിക്കൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ച PTA എക്സിക്യൂട്ടീവ് സജീവ അംഗങ്ങളായിട്ടുള്ള ജിമ്മി പള്ളിക്കുന്നൻ, സജീവ് വെട്ടിക്കൻ, അങ്ങനെ കുഞ്ഞായി, ബിജു, അങ്ങനെ ഓരോരുത്തരും ഇവരെ ഞാൻ പ്രത്യേകിച്ച് ഈ പൊതുസമ്മേളനത്തിൻ്റെ പേരിൽ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മാതാപിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, കുട്ടികൾ എല്ലാവരെയും ഈ പൊതുസമ്മേളനത്തിലേക്ക്, ഇനി ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, വാത്തിക്കുടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ചേച്ചിയുണ്ട്. അതുപോലെ ഈ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നതിന് എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ഇതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും എല്ലാം സമയബന്ധിതമായി നിർദ്ദേശിക്കുകയും അതിന് ക്രമീകരിക്കുകയും ഈ പ്രോഗ്രാം ക്രമീകരിക്കുകയും ഒക്കെ ചെയ്ത സണ്ണി കുഴികണ്ടത്തിൽ, അങ്ങനെ ഓരോരുത്തരും എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ഞാൻ ഖേദം പറയുന്നു. മുഴുവൻ കുട്ടികളെയും ഞാൻ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും സജീവ സാന്നിധ്യമായ അച്ഛനെ ഏറെ സ്നേഹാദരങ്ങളോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വെൽക്കം ഫാദർ. എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഞാനിവിടെ സ്കൂളിൽ കുട്ടികളെ കാണാൻ വന്നപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ്. എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ ചോദിച്ചു എന്താണ്, അപ്പം നമുക്ക് പുതിയ ബസ് കിട്ടി, പുതിയ ബസ്സിൽ യാത്ര ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി കുട്ടികൾ നിൽക്കുന്നതാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള നാട്ടുകാരും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് രാവിലെ തന്നെ പള്ളിയുടെ സമീപത്ത് വന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബസ് കാണുകയും വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. അതിന് കാരണം നമുക്കറിയാം, ഇന്ന് നമുക്കൊരു സ്കൂൾ ബസ് ലഭിക്കാനിടയായിരിക്കുന്നു. മലയോര പ്രദേശമായ ഇടുക്കിയുടെ ഒരു ചെറിയ ഗ്രാമമായ ഈ ഉപ്പുതോട്ടിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 46 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഉപ്പുതോട്. ഇവിടെ ഒരു യാത്രാ സൗകര്യമില്ലാതിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം ഈ ബസ് നൽകുവാനായിട്ട് നേതൃത്വം കൊടുത്ത നമ്മുടെ ഉമാ തോമസ് MPയും ഉമാ തോമസ് MLA, നമുക്കറിയാം തൃക്കാക്കര MLA, അത് നമുക്കറിയാം PT തോമസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അദ്ദേഹമൊക്കെ ആദ്യകാലങ്ങളിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് 20ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് പോയി പഠിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ
അതിന് ഇപ്പോൾ ഒരു ഫണ്ട് അതിനുവേണ്ടി നൽകുവാനായിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉമാ തോമസ് MLA ഉണ്ടായിരുന്നു. ആ ഉമാ തോമസ് MLAയുടെ റെക്കമെൻഡേഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട ജബി മേത്ര അവറുകൾ അത് ഏറ്റെടുക്കുകയും നമുക്കെല്ലാം വേണ്ടി, നമ്മുടെ ഈ നാടിന് വേണ്ടി, ഈ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ബസ് അനുവദിച്ച് നൽകുവാനായിട്ട് 23 ലക്ഷം രൂപ അനുവദിച്ച് നൽകുകയും ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തെ നമുക്ക് അനുസ്മരിക്കാം. നമുക്കൊന്ന് നല്ലൊരു കൈയടിക്കാം. ബൈബിളിലെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും, ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു. നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു, അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു, എല്ലായ്പ്പോഴും അത് വിജയകിരീടം അണിഞ്ഞ് മുന്നേറുന്നു. അതെ, നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. നമ്മുടെ ഈ നേതാക്കന്മാരെല്ലാം വളരെ നന്മയുള്ളവരാണ്. അവരുടെ നന്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഈ നാട്ടിലെ, ഈ മലയോര പ്രദേശത്ത് ഇവിടെ കുട്ടികളൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അവർക്ക് ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി അവരുടെ നന്മയുടെ തലത്തിൽ നിന്നുള്ള ചിന്തയുടെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു ബസ് അനുവദിക്കുവാനായിട്ടുള്ള ഫണ്ട് ഒക്കെ ക്രമീകരിച്ചത്. അപ്പോൾ നന്മയുള്ളവരാണ് അവരെ പ്രത്യേകം നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്, ഒത്തിരിയേറെ നന്ദിയുണ്ട്. ജബി മേത്തർ അവറുകൾ നമുക്കറിയാം വളരെ പ്രസിദ്ധയായ ഒരു നേതാവാണ്. നമുക്കാർക്കും അദ്ദേഹത്തെ കൂടുതലായിട്ട് അടുത്ത് പരിചയമില്ല. ഇന്ന് കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അവരുടെ നന്മ സ്വീകരിക്കാനും ഒക്കെ നമുക്കിന്ന് അവസരം ഉണ്ടായിരിക്കുകയാണ്. ആലുവ സ്വദേശിനിയാണ് ബഹുമാനിയായ അഡ്വക്കേറ്റ് ജബി മേത്തർ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. PT തോമസ് അല്ലെങ്കിൽ PT ചേട്ടൻ എന്നാണ് വിളിക്കുക. PT തോമസിൻ്റെ വലിയൊരു ആരാധികയാണ്. PT തോമസിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട്, വളരെ ആവേശം ഉൾക്കൊണ്ട്, PT തോമസിൻ്റെ സ്ഥലമായതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നൽകും, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള ആ തീരുമാനത്തോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട MLA ഉമാ തോമസ് MLA അറിയിക്കുകയും ഇത് നടപ്പിലാകാനായിട്ട് ഇടയാവുകയും ചെയ്തു. അതിനുവേണ്ടി നമ്മുടെ ഇടയിലുള്ള ലോക്കൽ നേതാക്കന്മാരെ, PTA കമ്മിറ്റി അംഗങ്ങളെ, PTA പ്രസിഡന്റ്, PTA കമ്മിറ്റി അംഗങ്ങളെ, അതുപോലെ നാട്ടിലുള്ള നേതാക്കന്മാരെ, പ്രത്യേകമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ജബി മേത്തർ അവറുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു ഉരുക്കു വനിത എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയുകയുണ്ടായി. കാരണം മഹിളകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനും നല്ല നേതൃത്വം കൊടുക്കുവാനും ഒക്കെ ബഹുമാനിയായ ജബി മേത്തർ അവറുകൾ തയ്യാറാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ കർശന നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു തീപ്പൊരി നേതാവാണ് ജബി മേത്തർ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അദ്ദേഹം നമുക്കറിയാം ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്, രാജ്യസഭയുടെ മെമ്പറാണ്, പ്രസിഡന്റ് ഓഫ് കേരള മഹിളാ കോൺഗ്രസ് ആണ്, അതുപോലെ കമ്മിറ്റി മെമ്പർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം 2022 ഏപ്രിൽ മാസത്തിലാണ് പാർലമെന്റിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ജാതിമത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും നന്മ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി MP നമ്മുടെ ജബി മേത്തർ അവറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജബി മേത്തർ അവറുകളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഞങ്ങൾക്കിതൊരു വലിയ ഉപകാരമായിട്ടുണ്ട്. ഈ നാടിന്, ഈ നാട്ടിലെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ മാതാപിതാക്കൾക്ക് ഈ ബസ് വാങ്ങാനായിട്ട് ഫണ്ട് സമാഹരിച്ച് തന്നതിൽ ഞങ്ങൾക്കെല്ലാം വലിയ കടപ്പാടുണ്ട്, നന്ദിയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജബി മേത്തർ അവറുകളെ പ്രത്യേകം ഞങ്ങൾ അറിയിക്കുന്നു. അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്ത ഉമാ തോമസ്
MLA പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഉമാ തോമസ് നമ്മുടെ ഈ നാട്ടുകാർ തന്നെയാണ്. എപ്പോഴും ഇവിടെ വരുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ തന്നെയാണ് വീട്. അതുകൊണ്ട് നമ്മുടെ തന്നെ സ്വന്തമാണ് ഉമാ തോമസ് അവറുകൾ. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നാടിനോടുള്ള താല്പര്യം കാണിച്ച് പ്രകാരം ഒരു നന്മയുണ്ടാകാനായിട്ടുള്ള അവസരം ഒരുക്കിയതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഈ ബസ് നമുക്കെല്ലാവർക്കും ഉപകാരമാക്കി വലിയൊരു നന്മയായി ഉപകാരമായി തീരട്ടെ. ഈ സ്കൂളിലെ കുട്ടികൾക്ക് മലമ്പ്രദേശത്ത് നിന്ന് ദൂര സ്ഥലങ്ങളിൽ 10-15 കിലോമീറ്റർ അകലെന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഒരു ദിവസം ഒരു 80 കിലോമീറ്ററോളം നമ്മുടെ ഈ വാഹനം ഓടുന്നുണ്ട്. അപ്പോൾ ആ 80 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് ഓടി ഇവിടെ വന്ന് ഈ കുട്ടികളെ കൊണ്ടുപോവുകയും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് ഈ മലയോര പ്രദേശത്തിന് ഒരു വലിയ അനുഗ്രഹമായി ഈ ബസ് തീരുകയാണ്. അതിനുവേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും, ഇവിടെയുള്ള ലോക്കൽ നേതാക്കളെയും ഇപ്പോൾ അതുപോലെ ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സമയം വൈകിയിരിക്കുന്നതിനാൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ദീർഘമായ വീക്ഷണവും വ്യക്തമായ കാഴ്ചപ്പാടും കൃത്യമായ നിലപാടുമുള്ള വ്യക്തിത്വം. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറലുമായ മോൺസിഞ്ചോർ റവറന്റ് ഡോക്ടർ ജോസ് കരുവേലിക്കലസിനെ ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ഫാദർ. ഒത്തിരിയേറെ സ്വമനസ്സുകളുടെ കൂട്ടായ പരിശ്രമം ഒരു പ്രദേശത്തിന്, ഒരു സ്കൂളിന് അനുഗ്രഹമായി മാറിയ വലിയ സംഭവമാണ് ഇന്നിവിടെ നടന്നിരിക്കുക. യാത്രാ ക്ലേശങ്ങൾ വളരെ പരിമിതമായ ഈ പ്രദേശത്ത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ ഉതകുന്ന രീതിയിൽ നല്ല ഒരു സ്കൂൾ ബസ്, അതൊരു പക്ഷേ ഈ സ്കൂളിൻ്റെ അധികൃതർക്കോ PTA-ക്കോ ഒന്നും പെട്ടെന്ന് സ്വപ്നം കാണാൻ സാധിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ലഭ്യമാക്കിയ വലിയ സന്തോഷത്തിലാണ് നമുക്ക് ആയിരിക്കുക. ജനങ്ങൾ ഈ സ്റ്റേജിൽ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും ഇടപെടൽ പറഞ്ഞപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ പറയാറുണ്ടെന്ന് റൂട്ട് മാപ്പ് എന്ന് പറയുമായിരുന്നു. വളരെ വിപുലമായ ഒരു റൂട്ട് മാപ്പാണ് ഈ ബസ്സിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ കരുതുക. കാരണം അത് ആരംഭിക്കുക പൊതുകാരുടെ പ്രിയങ്കരനായ മുൻ MLA MP-യുമായ ശ്രീ P.T. തോമസാണ്. അവിടെ ആരംഭിക്കുന്ന റൂട്ട് മാപ്പ് അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്ന, അത് ഏറെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന മുപ്പതോട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് എന്നോ പാർട്ടി അപ്പുറത്ത് ഈ പ്രദേശത്തെ നന്മയ്ക്ക് വേണ്ടി ഒരു വലിയ ആഗ്രഹം ബഹുമാനപ്പെട്ട മാനേജറിൻ്റെയും ഹെഡ് മാസ്റ്റേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ രൂപപ്പെടുത്തി റൂപ്പമാട്ടിലെ അടുത്ത ഘടകമായി മാറുകയാണ്. നേരെ പോവുക, ഏറെ സമീപിക്കാൻ എളുപ്പമുള്ള പൊതുകാർ ഏറെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ശ്രീമതി ഉമാ തോമസ് MLA ആണ്. വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, അംഗീകരിച്ചു. റൂട്ട് മാപ്പ് നീളുകയാണ് ആലപ്പുഴയ്ക്ക് എന്ന് പറഞ്ഞാൽ, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ബന്ധമാണ്, എറണാകുളം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ബന്ധമാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് എത്തി ഈ കാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ ശ്രീമതി ഉമാ തോമസ് കാണിച്ചതായിരിക്കണം അഡ്വക്കേറ്റ് ജെബി മേത്തറിനെ ആലപ്പുഴയെത്തി രാജ്യസ്വാംഗമായ MP-യെ സമീപിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യം ഏറെ സ്നേഹത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഉപ്പതോടുകാരുടെ ആവശ്യം അർഹമായതാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി ഒരുപക്ഷെ ഒരു MP എന്ന നിലയിൽ ആ പ്രദേശത്ത് ചെലവഴിക്കാവുന്നൊരു ഫണ്ട് ഹൈറേഞ്ചിൻ്റെ ഈ അവികസിതമായ പ്രദേശത്ത് ചെലവഴിക്കുവാനുള്ള സന്നദ്ധത കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ പ്രസ്ഥാന സംരംഭത്തിലെ വലിയ കണ്ണിയായി മാറുകയാണ്. പിന്നീട് ഉള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു. ബസ് ഫണ്ട് അനുവദിച്ചു, ബസ് വാങ്ങി, വെന്റ് ചെയ്തു, ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു, ഇന്നത് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒത്തിരിയേറെ പേരുടെ സുമനസ്സുകളുടെ കൂട്ടായ സംരംഭം, സഹകരണം വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും
ഉപ്പുതോട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, നേരെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ സംഭവമായി ഇത് മാറുകയാണ്. അത് പറയാൻ കാരണം, ഞാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ ഓരോ സ്കൂളിലും ബസ്സൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുമായിരുന്നെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുവദിക്കാതിരുന്നതിനാൽ പറ്റാത്തത് ഇത് പെട്ടെന്ന് ഇവിടെ സാധിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചതുപോലെയാണ് ഞാനിതിനെ കാണുക. അതുകൊണ്ട് ഈ വലിയ യജ്ഞം സാക്ഷാത്കരിക്കുവാനായിട്ട് സഹകരിച്ച, ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ സഹകരിച്ച പങ്കാളികളായ, മുഖ്യ പങ്കാളികളായ ഓരോരുത്തരെയും എൻ്റെ സ്നേഹത്തോട് നന്ദിയാൽ അനുസ്മരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നന്മ ഉപ്പതോട് ഇടുക്കി രൂപതയോ മറക്കുകയില്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മറക്കുകയില്ല. സമാനമായ നന്മ പ്രവർത്തനത്തിലൂടെയാണ് നമ്മളൊക്കെ അനശ്വരായി മാറുക. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളും സ്വാതന്ത്ര്യവും സമ്പത്തും സാധനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ നന്മയുള്ള വ്യക്തികളായിട്ട് മാറുക. അതിൻ്റെ ഉത്തമമായ സാക്ഷ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എതിർക്കപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MP-യെയും MLA-യും സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ സംരംഭം സഹായ സഹകരണങ്ങൾ ഒരിക്കലും വിസ്മരിക്കുകയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയും കേരള മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP-യുടെ നല്ല മനസ്സും ഈ കൊച്ചു ഗ്രാമത്തോടുള്ള പ്രത്യേക കരുതലും സ്നേഹവുമാണ് ഇന്ന് ഈ ബസ് ലഭിക്കുവാൻ കാരണമായത്. ഇത്തരത്തിൽ പുതിയൊരു ബസ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അതീതമാണ്. ഈ അവസരത്തിൽ ഉപ്പുതോട് നിവാസികളോടൊപ്പം ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പുതിയ സ്കൂൾ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെബി മേത്തർ MP-യെ ഈ സ്കൂൾ ബസിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ജോയ്ച്ചൻ സാറിനെയും ക്ഷണിക്കുന്നു. ഈ മനോഹരമായ ചടങ്ങിന്, മുഹൂർത്തത്തിന് അധ്യക്ഷത വഹിക്കുന്ന സെൻറ് ജോസഫ്സ് സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ തോമസ് നെച്ചിക്കാട്ട്, ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിയർ റെവറൻഡ് ഫാദർ ജോസ് കരിവേലിക്കൽ, പ്രിയങ്കരിയായ തൃക്കാക്കരയുടെ MLA, ഈ നാടിൻ്റെ തന്നെ ഹൃദയത്തുടിപ്പായിരുന്ന PT തോമസിൻ്റെ ഭാര്യ കൂടിയായ ഞങ്ങളുടെ ഒക്കെ അഭിമാനമായ ശ്രീമതി ഉമാ തോമസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച സെൻറ് ജോസഫ് സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജിജി അഴകത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി പ്രജിനി ടോമി, ശ്രീമതി ഡെന്നി ബെന്നി, ശ്രീമതി മിനി ഷാജി, ശ്രീമതി ജെസ്സി വിൽസൺ,
ഹെഡ് മാസ്റ്റർ സെന്റ് ജോസഫ് സ്കൂൾ ശ്രീ ജോയ്ച്ചൻ ജോസഫ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോബി മാത്യു, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി മിനി സാബു ഉൾപ്പെടെയുള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റാഫ്, പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ ഇതിനു മുൻപ് ഈ ഉപ്പുതോട് പഞ്ചായത്തിലേക്ക് 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഈ നാടും നാട്ടുകാരും മാത്രമല്ല, കേരളത്തിലുടനീളം ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, കേരളത്തിലുടനീളം ഇന്ത്യ എന്ന വികാരത്തെ സ്നേഹിക്കുന്ന, കേരളത്തിലുടനീളം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെ എല്ലാവരും കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക് പ്രിയങ്കരനായ ഞങ്ങളൊക്കെ എല്ലാവരും PT എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരുന്നു ചിലപ്പോൾ PT ചേട്ടാ എന്ന് വിളിച്ചിരുന്നത്. ആ PT ചേട്ടൻ നമ്മെ വിട്ട് പിരിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് ഞാൻ ആദ്യം കടന്നു വന്നത്. അവസാനമായി ഒരു നോക്ക് കാണുവാനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും പള്ളിയിലുമൊക്കെയായി അതിനുശേഷമുള്ള അനുസ്മരണ യോഗത്തിലൊക്കെ ഈ ഉപ്പുതോട് പഞ്ചായത്തിൽ പങ്കെടുത്ത ആ കണ്ണീരണിഞ്ഞ നിമിഷങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. അതിനുശേഷം ഞാൻ 2ാമത് വന്നത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായി ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് നിർബന്ധമായിരുന്നു ഒന്നുകൂടി ഉപ്പുതോട് വന്ന് PT ചേട്ടൻ്റെ അടക്കിയിരിക്കുന്നിടത്ത് വന്ന് ആ അനുഗ്രഹമൊക്കെ തേടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 2ാമത് ഈ പഞ്ചായത്തിലേക്ക് കടന്നു വന്നത്. 3ാമതും ഈ പഞ്ചായത്തിലേക്ക് കടന്നു വരാൻ കാരണക്കാരൻ പ്രിയപ്പെട്ട PT തോമസ് തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവർ, ജനങ്ങളുടെ മനസ്സ് വായിച്ച് ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിയവർ, നല്ലതും ചീത്തയും വേർതിരിയുന്ന വഴികൾ തിരിച്ചറിയുന്നവർ, കൈപിടിച്ച് ഒരുപാട് പേരെ ഉയർത്തിയവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉജ്ജ്വല പ്രാസംഗികൻ, പ്രഭാഷകൻ, മനുഷ്യസ്നേഹി, പ്രകൃതി സ്നേഹി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന PT തോമസിന്റെ ജന്മനാടായ PT ചേട്ടന്റെ ജന്മനാടായ ഈ ഉപ്പുതോടിലെ സെന്റ് ജോസഫ് സ്കൂളിൽ PTയുടെ ഒരു ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞതിന് കാരണക്കാരിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഒരു വികാര നിർഭരമായ ഒരു മുഹൂർത്തമായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരുപാട് ഫണ്ടുകൾ എല്ലാ MP-മാരെയും പോലെ ഞാനും പല പല സ്ഥലങ്ങളിലൊക്കെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ 2022 ഏപ്രിലിൽ MP ആയതാണ്. ഇത്രയും ഒരു ഇമോഷണലായ ഒരു വികാരം ഉളവാക്കുന്ന ഒരു MP ഫണ്ട് കൊടുത്തതായി എനിക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല. അപ്പോൾ കൊച്ചുകുട്ടികളെ PT ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു KSUകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് വലിയവൻ ഉണ്ടായാലും ആ KSUകാരന് ഒരു കൈ കൊടുത്തതിന് ശേഷമേ PT മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നു. കുട്ടികൾക്കൊക്കെ വായന ഒരു നല്ല ശീലമാക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന, പുസ്തകങ്ങളെ സ്നേഹിച്ച, വാക്കുകളെ സ്നേഹിച്ച, ഉമ്മച്ചേച്ചിയെ പ്രണയിച്ച പ്രിയപ്പെട്ട PT ചേട്ടൻ്റെ ഒരു സ്മരണ നിലനിർത്താൻ ഈ വഴി കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. അത് സാധ്യമായതിൽ ഉള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ പ്രദേശം ശരിയാണ്, ഒരു വലിയ മലയോര മേഖലയാണ്. ഞാനൊക്കെ വരുന്ന പ്രദേശം ആലുവയാണ്. 5 സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നാഷണൽ ഹൈവേ ആണ്. 1/2 കിലോമീറ്റർ പോയാൽ KSRTC ബസ് സ്റ്റാൻഡാണ്. 1 കിലോമീറ്റർ പോയാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്.
ഒരു 2 കിലോമീറ്റർ പോയാൽ റെയിൽവേ സ്റ്റേഷനാണ്, 7 കിലോമീറ്റർ പോയാൽ എയർപോർട്ടാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് വരുന്ന എനിക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന് വാഹന സൗകര്യം അത് ആ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ ആശ്വാസമായിരിക്കും എന്നുള്ളതിന് അതിനുകൂടി കാരണമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ടീച്ചർമാരും ഒക്കെ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വിചാരിക്കുമായിരുന്നു, എന്തിനാ എല്ലാവരും ടീച്ചർമാർ പറയുന്നതൊക്കെ കേൾക്കണം എന്നൊക്കെ പ്രത്യേകം പറയുന്നതെന്ന്. എൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ വളർന്ന വീട്ടിൽ, എൻ്റെ വീട്ടിൽ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുക എന്ന് പറയുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഫാദർ. അത് എനിക്ക് കിട്ടുന്ന വലിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇനി ചുവന്ന വര വന്നാൽ പോലും അതൊന്നും വലിയൊരു പ്രശ്നമായി എൻ്റെ പിതാവ് ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല. ഫിസിക്സിനോ കെമിസ്ട്രിക്ക് ഇത്ര കുറഞ്ഞത് എന്താണ്, കൂടിയത് എന്താണോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. എവിടെ ഒപ്പിടണം എന്ന് ചോദിക്കും, അവിടെ ഒപ്പിടും. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ആ ഒരു മാർക്ക് 1, 2, 3, 5 മാർക്ക് കുറഞ്ഞാൽ ആ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുന്നത് പോലും ഒരു വലിയ ടെൻഷനായിരുന്ന ഒരു കാലത്ത് എനിക്ക് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ സ്കൂളിലെ റിപ്പോർട്ട് കാർഡിൽ മാർക്കുകളോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചും ആക്ടിവിറ്റീസിനെ കുറിച്ചും പല കാര്യങ്ങൾ, പല പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട് കാർഡായിരുന്നു. ഞാൻ സാധാരണ എന്ന പോലെ വളരെ കൂളായി എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യായി ചെന്നപ്പോൾ ആദ്യമായി, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അതുവരെയും ഒന്നും ചോദിക്കാത്ത എൻ്റെ പിതാവ് ആ റിപ്പോർട്ട് കാർഡിലെ ഒരു വരി എൻ്റെ ക്ലാസ് ടീച്ചർ എഴുതിയത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജബി എന്താണ് ടീച്ചർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ അതിൽ എഴുതിയിരിക്കുകയാണ്, ഹെസിറ്റന്റ് ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ് എന്നാണ് ആ ടീച്ചർ അതിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് ആദ്യമായിട്ടും അവസാനമായിട്ടും റിപ്പോർട്ട് കാർഡോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആകെ ഒരേ ഒരു ഉപദേശമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരാളെ കൊണ്ടും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ് എന്ന് പറയിപ്പിക്കരുത് എന്ന ഒരു ഉപദേശം മാത്രമാണ് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പിതാവിന് മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഉപദേശവും അത് തന്നെയാണ്. ഫിസിക്സിന് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചോ കെമിസ്ട്രിന് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചോ ഒക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും നമ്മൾ നിറവേറ്റിയാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് നമ്മുടെ ഓരോ പടികളും ചവിട്ടിക്കയറാൻ സാധിക്കും. അപ്പോൾ ടീച്ചർമാർ പറയണത് കേൾക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം, ആ ക്ലാസ് ടീച്ചർ അന്ന് അങ്ങനെ എന്നെക്കുറിച്ച് മനസ്സിലാക്കി ആ റിപ്പോർട്ട് കാർഡിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മഹത്വത്തെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല മിടുക്കികളും മിടുക്കന്മാരുമായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ നാടിനും വീടിനും നന്മയുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ ഉള്ള അവസരങ്ങൾ നാടിൻ്റെ അഭിമാനമായി മാറാൻ കൂടി പ്രിയപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ വളരെ വികാരനിർഭരമായ ഈ മുഹൂർത്തത്തിന് ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയതിന് സ്കൂൾ അധികൃതരോടും എല്ലാവരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഉമ്മച്ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന്, അതോടൊപ്പം നിങ്ങളുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസും എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ MP-യും ഇവിടുത്തെ MLA, തൃക്കാക്കരയുടെ MLA, ഈ നാടിൻ്റെ പ്രിയങ്കരിയായ ഉമ്മച്ചേച്ചിയും അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ തീർച്ചയായും ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് കരുതി ആ തീരുമാനമെടുത്തതിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.
നമ്മുടെ സ്കൂളിന് ലഭിച്ചിരിക്കുന്ന പുതിയ സ്കൂൾ ബസ്സിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ജെബി മേത്തർ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോയ്ച്ചൻ ജോസഫ് സാറിന് കൈമാറുന്നു. ഉപ്പുതോട് സെൻറ് ജോസഫ് ഹൈസ്കൂളിന് പുതിയ സ്കൂൾ ബസ് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിച്ച രാജ്യസഭാംഗം ഏറെ ബഹുമാനിയായ അഡ്വക്കേറ്റ് ജെബി മേത്തർ അവറുകൾക്ക് ഉപ്പുതോട് സ്കൂളിൻ്റെ സ്നേഹാദരം നൽകുന്നതിനായി ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ജോസ് കരുവേലിക്കൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഈ സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ജെബി മേത്തർ അവറുകളെയും ക്ഷണിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഏറെ പ്രശോഭിച്ച നമ്മുടെ ഉപ്പുതോടിൻ്റെ അഭിമാനമായ മുൻ MP PT തോമസ് അവറുകളുടെ സഹധർമ്മിണിയും ഇപ്പോൾ തൃക്കാക്കര MLAയുമായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി ഉമാ തോമസ് അവറുകളുടെ ശക്തമായ ഇടപെടൽ ഈ സ്കൂൾ ബസ് ലഭിച്ചതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട MLA ശ്രീമതി ഉമാ തോമസ് അവറുകളെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ തോമസ് നെച്ചിക്കോട്ട്, ഏറ്റവും പ്രിയപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിയോൺ റെവറൻഡ് ഫാദർ ജോസ് കരുവേലിക്കൽ, ഈ ചടങ്ങ് ഇത്രയ്ക്കും നമ്മൾക്ക് സന്തോഷത്തോടെ നടത്താൻ സഹായിച്ച ഏറ്റവും പ്രിയപ്പെട്ട MP ശ്രീമതി അഡ്വക്കേറ്റ് ജെബി മേത്തർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ശ്രീമതി പ്രജ്നി ടോമി, പ്രിയപ്പെട്ട ശ്രീമതി ഡെന്നി ബെന്നി, പ്രിയപ്പെട്ട ശ്രീമതി ബീന ജോമോൻ, പ്രിയപ്പെട്ട മിനി ഷാജി, ഏറ്റവും ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോയ്ച്ചൻ ജോസഫ്, MPTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീമതി ജെസി വിൽസൺ, സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ജിജി അഴകത്ത്, മറ്റ് PTA മെമ്പേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഈ നാട്ടിലെ ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. PT തോമസിൻ്റെ നാട്ടിൽ ഇതുപോലൊരു ബസ് കൊണ്ടുവരാനായിട്ട് ഞാനൊരു കാരണക്കാരി മാത്രമായി എന്ന് പറയുമ്പോൾ തന്നെ അത്യധികം സന്തോഷമാണ്. PT തോമസിൻ്റെ ചേട്ടൻ്റെ മകൻ എന്നെ വിളിച്ച് സ്കൂളിനൊരു ബസ് തരാൻ പറ്റുമോ, ഒന്ന് ജെബി ചേച്ചിയോട് ചോദിക്കാൻ പറ്റുമോ എന്നെ ഒരു ദിവസം രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ബിജു ആണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, മോനെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജെബിയോട് പറഞ്ഞിട്ട് പാലക്കാട് മറ്റൊരു ചേട്ടൻ്റെ മകന് വേണ്ടിയിട്ട് അവിടെ ഒരു റോഡിന് വേണ്ടി 10 ലക്ഷം രൂപ വാങ്ങിയല്ലോ, വീണ്ടും ഞാനിത് ചോദിക്കണത് എങ്ങനെയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ ജെബി ആയതുകൊണ്ട് PTയുടെ നാടായതുകൊണ്ട് തരും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഞാനിത് പറഞ്ഞതെങ്കിലും ഒരു സംശയവുമില്ലാതെ PT ചേട്ടൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് ജെബി പറഞ്ഞ ആ
വിവരം ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ്. വലിയ സന്തോഷത്തോടെ PTA നെഞ്ചിലേറ്റിയ, PTA സ്നേഹിച്ച ഒട്ടനവധി പേരുള്ള ഈ നാട്ടിലേക്ക് ജബിയും അതുപോലെ PTA ആരാധിച്ചിരുന്ന PT ചേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അത് മുഴുമിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അത്രയധികം ആരാധനയോടുകൂടെ കണ്ടിരുന്ന, ഒരുപക്ഷെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ ജബിയുടെ പിതാവുമൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന PTക്ക് ആ വീട്ടിൽ എന്നും ഒരു സന്ദർശകനായിരുന്നു. ആ സന്ദർശന വേളയിലൊക്കെ കുഞ്ഞുനാളിൽ കുഞ്ഞുടുപ്പിട്ട് നടക്കുമ്പോൾ തൊട്ട് ജബി PTയെ കണ്ടിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ആ ആരാധനയ്ക്ക് കാരണം. നോക്കുമ്പോഴെല്ലാം ആരെയും വിട്ടു കളയാതെ, ഒരാളെയും ഒഴിവാക്കാതെ, കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ശ്രദ്ധിച്ചിരുന്ന PTയുടെ മനസ്സ് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് PTക്ക് കയറി കൂടാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. PT വലിയ സ്ഥാനമാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല. PT MLA ആയി, MP ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി PTയുടെ വിയോഗ സമയത്ത് PTയെ ആരാധിച്ചിരുന്നവർ, PTയെ സ്നേഹിച്ചിരുന്നവരൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത യാത്രയയപ്പ് നമ്മൾ കണ്ടതാണ്. അത് ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിക്കാത്തതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് കാരണം അദ്ദേഹം മറ്റുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലായിരുന്നു ഇടം നേടിയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ പറയുന്നത് എല്ലാം തന്നെ മനസ്സിൽ നിന്നായാൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊരു മാതൃകയാണ്, ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു. PT തോമസ് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ആത്മാർത്ഥതയുണ്ടായിരുന്നു PTയുടെ ഓരോ നിമിഷവും എന്നുള്ളത് ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. ഒരുപക്ഷെ PTയൊക്കെ ഒരുപാട് നടന്ന് പഠിച്ചിരുന്ന കാലത്ത് ഇവർ പാലായിൽ നിന്ന് ഇടുക്കിയിലേക്ക് ചേക്കേറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്കൂള് പോലും ഇല്ല. ആ സമയത്ത് ഒരുപാട് അകലെ നടന്ന് ആണെങ്കിലും PT പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം, പഠിക്കാനായിട്ട് പോയാൽ പാസ്സായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പ്രീ-ഡിഗ്രി പഠിപ്പിക്കാമെന്ന അച്ഛൻ്റെ വാക്കാണ് PTയെ കൂടുതൽ പഠിക്കാനായിട്ട് പ്രചോദനമേകിയത് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഞാൻ PTയുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ സത്യത്തിൽ ഞാൻ ടൗണിലൊക്കെ വളർന്ന ആളായതുകൊണ്ട് വലിയ അന്തരമായിരുന്നു ഇവിടം കാണുമ്പോഴൊക്കെ. ഈ റോഡുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കല്ലിൽ പോയി കുത്തിയിട്ട് നിൽക്കും ജീപ്പ്, പിന്നെ മറ്റേ കല്ലിലേക്ക്. സത്യത്തിൽ നമ്മൾ അപകടപ്പെട്ടു പോകും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ പോകും എന്നൊക്കെ തോന്നിയ നിമിഷമുണ്ടായിട്ടുണ്ട്. പിന്നെ അത് പിന്നീട് കണ്ട് അതൊരു ശീലമായി എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ഒരു പക്ഷേ എറണാകുളത്ത് ഇത്ര നല്ല റോഡുണ്ടോ എന്നറിയില്ല. അവിടെയെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളുള്ളപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ഭംഗിയുള്ള, നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള റോഡുകളായി മാറിയിരിക്കുന്നു ഈ ഇടുക്കി. അതുപോലെ വളർന്നിരിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. പണ്ടൊക്കെ ഇടുക്കിയിലേക്ക് വരണമെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും സമയമെടുക്കും. എന്നാൽ ഇത് ഇന്ന് 3 മണിക്കൂർ, 2-3 മണിക്കൂറിനകം നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല സൗകര്യമുള്ള റോഡുകളായി എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആലോചിച്ചത് മറ്റൊന്നാണ്. തൃക്കാക്കരയിൽ ഇന്നലെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും എല്ലാ ക്ലാസ് റൂമിലും സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റുകയും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിൽ തന്നെ AI സംവിധാനമുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും, അതായത് ടീച്ചേഴ്സിന് തലേദിവസം പ്രിപ്പയർ ചെയ്ത് പോലും വരണ്ട, അവർക്കുള്ള ഷെഡ്യൂൾ മുഴുവൻ ചെയ്യാനായിട്ടുള്ള സംവിധാനമുള്ള ക്ലാസ് റൂമുകളാക്കി മാറ്റിയിരിക്കുന്നു. ആ സ്കൂളുകളെല്ലാം ഗവൺമെൻറ് സ്കൂൾ വരെ അങ്ങനെ ആക്കിയിരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് നമ്മളുടെ കുട്ടികൾക്കും അത്തരം രീതിയിലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ വരേണ്ടതല്ലേ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. സത്യത്തിൽ ഞാൻ PTയുടെ ഭാര്യയായി എന്ന് പറയുമ്പോൾ PTയുടെ ഞാൻ നാടല്ല, ഞാൻ ഇവിടുത്തെ മകളല്ലെങ്കിലും മരുമകളാണ് എന്നുള്ളത് ഞാൻ വലിയ
അഹങ്കാരത്തോടു കൂടി തന്നെ ഓർക്കുകയാണ്. ഇടുക്കിയുടെ മരുമകൾ എന്ന നിലയ്ക്ക് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ചവർക്ക്, പ്രത്യേകിച്ച് ജബിക്ക് ഏറ്റവും വളരെയധികം മനസ്സ് നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇതെൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ബസ് കിട്ടിയാൽ പോരാ, ഇനി നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്കൂൾ അധികൃതരും PTA ഒക്കെ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന്, ശ്രവിച്ചതിനൊക്കെ എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു മാം. ഈ സ്കൂൾ ബസ് ഇന്നിവിടെ ലഭിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബഹുമാനിയായ തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് അവർക്ക് പൊന്നാട അണിയിച്ച് സ്കൂളിന്റെ സ്നേഹാദരവും സന്തോഷവും അറിയിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ തോമസ് നെച്ചിക്കാട്ടച്ചനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉപ്പോട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ദിനമാണിത്. കാരണം നമുക്ക് ദീർഘകാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു സ്കൂൾ ബസ്. സ്കൂൾ ബസ് ഏതാണ്ട് 1 വർഷം മുമ്പ് സാങ്ഷൻ ആയതാണ്. എന്നാൽ നമ്മളിതുവരെ കാത്തിരിക്കുമായിരുന്നു. ആ കാത്തിരിപ്പിന് ഒരു വിരാമം വന്നിരിക്കുകയാണ് ഇന്ന്. ഇവിടെ ഏതാണ്ട് 135 കുട്ടികളാണ് പഠിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 90% കുട്ടികളും സ്കൂൾ ബസ്സിനെ ആശ്രയിച്ചാണ് വരുന്നത്. നേരത്തെ സംസാരിച്ചിരുന്നവർ പറഞ്ഞ പോലെ യാത്രയ്ക്ക് വളരെ പരിമിതമായ ഒരു പ്രദേശമാണിത്. ലൈൻ ബസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ തീർത്തും കുറവാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടുത്തെ PTA-യുടെയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ പരിശ്രമഫലമായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് JB മേത്തർ MP-യിൽ നിന്ന് ഒരു സ്കൂൾ ബസ് നമുക്ക് അനുവദിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, അതുപോലെ ഉപ്പോടിൻ്റെ പ്രിയ മരുമകൾ ശ്രീമതി ഉമാ തോമസ് MLA, ഇവരുടെയൊക്കെ ഇടപെടൽ നമ്മൾ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ അവസരത്തിൽ ഏതാനും ചില വ്യക്തികളുടെ പേര് പറയാതിരിക്കുന്നത് ഉചിതമല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ജിജി അഴകത്ത്, ജെസ്സി വിൽസൺ മുണ്ടയ്ക്കൽ, തങ്കച്ചൻ അമ്പാട്ടുകുഴി, റോയ് ഇടശ്ശേരിക്കുന്നൽ, ടെസ്സി ജോസഫ് അമ്പാട്ടുകുഴി, ബിജു പുതിയ പറമ്പിൽ, ജിമ്മി പള്ളിക്കുന്നൽ, സജീവ് വെട്ടിക്കൽ, ബിജു കുടിയിരിക്കൽ. ഇപ്പം ഇവരൊക്കെ ഈ ബസ്സിൻ്റെ പിന്നിൽ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾ ഇന്നലെയാണ് സ്കൂൾ ബസ് കോട്ടയത്ത് പോയി എടുക്കുന്നത്. കോട്ടയത്ത് പോകാനായിട്ട് 6-7 പേര് ഞങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബസ് ഇവിടെ എത്തിച്ചത്. അപ്പം ബസ് ഇത്ര പിടിയിൽ ഇവിടെ എത്താനായിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച 2-3 വ്യക്തികളുണ്ട്. തങ്കച്ചൻ അമ്പാട്ടുകുഴി, റോയി ഇടശ്ശേരിക്കുന്നൽ, ജിമ്മി പള്ളിക്കുന്നൽ. ഇവരുടെയൊക്കെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ സ്കൂൾ ബസ് എത്തിക്കാൻ കഴിഞ്ഞത്. അവർ സ്കൂളിൽ നിന്നുള്ള പേപ്പറുകളൊക്കെ സമയാസമയത്ത് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഇവരെ അത് വിളിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഒരു സ്കൂൾ ബസ് അനുവദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ആദ്യമായിട്ട് നന്ദി പറയുന്ന നമ്മുടെ യോഗാധ്യക്ഷൻ റവറന്റ് ഫാദർ തോമസ് നെച്ചിക്കാട്ടച്ചനാണ്. അച്ഛന് ഈ സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിലൊക്കെ തുടക്കം മുതലേ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചന് ഏറെ ഹൃദയംഗമായ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ ബസ്സിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തിയ മറ്റൊരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ പ്രിയങ്കരിയായ രാജ്യസഭാ മെമ്പർ അഡ്വക്കേറ്റ് JB മേത്തറാണ്. അഡ്വക്കേറ്റ് JB മേത്തർ അവരുടെ
താല്പര്യം കൊണ്ടാണ് നമുക്കിവിടെ ഒരു സ്കൂൾ ബസ് ലഭിച്ചത്. അഡ്വക്കേറ്റ് ജെബി മേത്തർ MP-ക്കും ഈ സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ഫാദർ ജോസ് കരിവേലിക്കലാണ്. അച്ഛനെക്കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. അച്ഛൻ ദീർഘകാലമായിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഇപ്പോൾ രൂപതയുടെ മുഖ്യ വികാരി ജനറലായിട്ട് പ്രവർത്തിക്കുന്നു. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ താക്കോൽദാനം നിർവഹിച്ച് തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് ആണ്. നമുക്കറിയാം ശ്രീമതി ഉമാ തോമസ് ഉപ്പോടിൻ്റെ സ്വന്തം മരുമകളാണ്. ഉപ്പോടുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം മൂലമാണ് നമുക്ക് ഇത്തരത്തിലൊരു ബസ് ലഭിക്കാൻ ഇടയായത്. ശ്രീമതി ഉമാ തോമസിനും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അറിയിക്കാനായിട്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ സന്നിഹിതരാണ്. നമ്മൾ സമയക്കുറവുള്ളതുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. അവരെല്ലാവരെയും ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമാണ് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ജിജി അഴകത്ത്, അതുപോലെ തന്നെ MPT പ്രസിഡന്റ് ശ്രീമതി ജെസ്സി വിൽസൺ, ഈ രണ്ടുപേരെയും പേർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ രക്ഷാകർത്താക്കളെയും കുട്ടികളെയും അവരെയും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും മനോഹരമാക്കുവാൻ സാധിച്ചത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളുടെയും നിങ്ങളുടെ ഓരോരുത്തരെയും സാന്നിധ്യം കൊണ്ടാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു.